ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഞാൻ തൃശ്ശൂരിലേക്ക് പോകുന്നു. ജേസൺ ചാമളപ്പിലുണ്ട്. അവിടെ അംബിസ്വാമിയുടെ കേറ്ററിംഗ് യൂണിറ്റ് മുന്നിലാണ് ഇപ്പോൾ ജേസണുള്ളത്. ജേസൺ, ഇപ്പോൾ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ സദ്യയല്ല തൃശ്ശൂരിലെ സദ്യ, ഞങ്ങളാണ് കേമൻ എന്നുള്ളത് ഓരോരുത്തരും വിളിച്ചു പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ ഇപ്പോൾ അംബിസ്വാമിയും ഈ തരത്തിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പാണ്. അവിടുത്തെ സദ്യവട്ടങ്ങൾ ഒരുങ്ങുകയാണോ? എന്താണ് നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതിക്ക് തൃശ്ശൂർ ജില്ലയുമായ ഒരു ബന്ധമുണ്ടല്ലോ. അംബിസ്വാമി എന്ന് പറഞ്ഞാൽ അംബിസ്വാമിയുടെ തൃശ്ശൂരായിരുന്നു ഒരു കാലത്ത് വെജിറ്റേറിയൻ സദ്യകളുടെ ഒരു തലസ്ഥാനം എന്ന് പറയുന്ന ആ പട്ടം തൃശ്ശൂരിന് നേടിക്കൊടുത്തത് അംബിസ്വാമി എന്ന പാചക വിദഗ്ധനാണ്. അതിഗംഭീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കരവിരുത് കേരളം മുഴുവൻ ആസ്വദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. വലിയ തോതിൽ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ കലവറയിലേക്കും അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്കും ഇപ്പോൾ തന്നെ ബുക്കിംഗ് ഉണ്ട്. ഇപ്പോൾ തന്നെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായും നിരവധി തരത്തിലുള്ള പായസങ്ങളാണ് ഉള്ളത്. 1, 2, 3 അല്ല, ഒരുപാട് തരം പായസങ്ങളുണ്ട്. പായസങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് അംബിസ്വാമിയുടെ പേരക്കുട്ടിയാണ്. എല്ലാവരും ഈ ഫീൽഡിലാണ്. ഇപ്പൊ എത്ര തരം പായസങ്ങളോട് ഉണ്ടാക്കുന്നുണ്ട്? നമ്മളിപ്പോ പാലട പായസം ഉണ്ട്, പരിപ്പ് പായസം ഉണ്ട്, പഴമുണ്ട്, ഗോതമ്പുണ്ട്, അടപ്രഥമുണ്ട്. ഇത് കൂടാണ്ട് ഈ വട്ടം ഇളനീർ പായസം കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തവണ എന്തൊരു സ്പെഷ്യൽ പറഞ്ഞില്ലേ, ചില്ല് പായസം. ചില്ല് അതിപ്പോ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഏതാ ചിൽഡ് പായസം? എന്താണ് ഇതിന്റെ ഇതെന്തിന്റെ പ്രത്യേകത? ചിൽഡ് പാലട, ചിൽഡ് കരിക്ക് പായസം ഇത്. അപ്പൊ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയില് കുപ്പിയിൽ തന്നെ കുടിക്കാൻ ആൾക്കാർക്ക് വന്ന് സുഖമായിട്ട് കുടിച്ച് പോകാനും കാറിൽ പോകുമ്പോൾ കുടിക്കാനും. ഇങ്ങനെ മൊത്തം എത്ര തരം പായസം ഉണ്ടാക്കുന്നുണ്ട്? 15 തരം പായസം ഉണ്ടാക്കുന്നുണ്ട്. 11 തരം പായസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റു കറിക്കൂട്ടുകളൊക്കെ എത്ര? കറിക്കൂട്ട് 15 കൂട്ടം കറികളുണ്ട്. എല്ലാ കറികളും ഇപ്പൊ നമുക്ക് സ്മൃതി ഇവരുടെ കലവറയിലേക്ക് പോകാം. ഒരു ഭാഗത്തോടെ ഉണ്ടാക്കി കഴിഞ്ഞു, മറുഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ പായസമൊക്കെ 3 വലിയ ഉരുളികളിലാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. അംബിസ്വാമിയുടെ മറ്റൊരു അരിമമത്രനാണ് നമ്മുടെ ചേരുന്നത്. ഇത് പിന്നെ എത്ര കലം, അത് എത്ര വലിയ ചെമ്പിൽ പായസം ഉണ്ടാക്കി കഴിഞ്ഞു? നമ്മളെന്ന് പറയാത്തൊരു 3000 ലിറ്റർ പായസം ഉണ്ടാക്കി കഴിഞ്ഞു പാലിൻ്റെ മാത്രമായിട്ട്. പിന്നെ മാത്രമല്ലാണ്ട് അടപ്രഥമനും പഴം, പരിപ്പ്, ഗോതമ്പ്, ഇളനീർ പായസം എല്ലാം ഉണ്ടാക്കുന്നത്. ഇതിന്റെ റേറ്റ് ഇപ്പോൾ വർഷം കൂടി വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ അവസ്ഥ? കൂടുന്ന ആളുകൾക്ക് ഇത് അഫോർഡബിൾ ആവുന്നുണ്ടോ? ആൾക്കാര് ശമ്പളം കൂലിയും കൂടുതലാണ്, സാധനങ്ങൾക്ക് വില കൂടുതലാണ്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്യാസിന്റെ വില കൂടിയാണല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് കൂട്ടേണ്ടി വരും. ഇതുവരെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ എത്രയായിട്ടുണ്ട്? ബുക്കിംഗ് കൊല്ലം കണ്ടമാന ഞങ്ങളുടെ ലിമിറ്റ് കഴിഞ്ഞ് പറയാച്ചെങ്കിൽ അതിലേക്കൊല്ലം കണ്ടമാന കസ്റ്റമേഴ്സ്. നമ്മളിപ്പോ പ്രതീക്ഷിന്റെ അപ്പുറത്താണ്. ഈ സമയം ഇപ്പൊ ഏതാണ്ട് 12:30 ഇപ്പൊ കണ്ട 3 വലിയ ഉരുളികളിൽ പായസം റെഡിയാവുന്ന. അപ്പുറത്ത് പച്ചക്കറിക്ക് നുറുക്കുന്നുണ്ട്, പരിപ്പ് വറക്കുന്നുണ്ട്. ഞാൻ അവർക്ക് പോയി കണ്ടതാണ്. എത്ര തരം കറിക്കൂട്ടുകൾ നമ്മളോട് തയ്യാറാക്കുന്നത്? നമ്മൾ ഡെയിലി 21 കൂട്ടം കറിക്കൂട്ടുണ്ടാക്കും, സദ്യവട്ടങ്ങൾ ഉണ്ടാക്കും. ഒരു 6 കൂട്ടം പായസം ഉണ്ടാക്കും. പാലട മെയിനായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ തെക്ക് ആൾക്കാർ അടപ്രഥമൻ ചോദിക്കും, വടക്കുന്ന ആൾക്കാർ വേറെ പായസം ചോദിക്കും, പഴപ്പായസം ചോദിക്കും. ഇത്രയധികം പായസം ഉണ്ടാക്കുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല എന്നുള്ളത്. 10-12 തരം ഇതിനൊക്കെ പായസം. നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യലായിട്ട് അതിന്റെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു 15 ലിറ്റർ പാലിന്റെ പായസം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നമ്മൾ. താങ്കളുടെ അച്ഛൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതായത് അംബിസ്വാമി എന്ന് പറഞ്ഞ ഏറ്റവും പ്രമാണിയായ കേരളത്തിലെ പാചകത്തിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ഇതുപോലെ തന്നെയാണ് എല്ലാവരും കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. അതെ, ഇവിടെ നമ്മുടെ എല്ലാവരും ചേട്ടന്മാരും എല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടുള്ള. എത്ര ദിവസമായി ഇപ്പൊ ഈ തിരക്ക് തുടങ്ങിയിട്ട് ഇവിടെ? ഇതിപ്പോ ചിങ്ങം 1 അത്തം തൊട്ട് തുടങ്ങിയ തിരക്കാണത്. ഇനിയും നോൺ സ്റ്റോപ്പായിട്ട് രാത്രിയും പകലും പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഭ്രാന്തായെന്നുണ്ട്. വീട്ടിൽ വെപ്പൊന്നുമില്ല തോന്നൂല്ലേ? അങ്ങനെ കാണണപ്പോ എല്ലാവരും ഇപ്പൊ ഫോൺ വിളിക്കുക. ഇപ്പൊ സ്വിഗ്ഗി വരെയുണ്ട്. പായസമായാലും കറികളായാലും എല്ലാം. നിങ്ങൾ സ്വിഗ്ഗി സാധനം തുടങ്ങി? സ്വിഗ്ഗിയിലുണ്ട്. സദ്യവട്ടം എല്ലാം സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എന്തായാലും ഗംഭീര ഔത്താവണം. ഓരോ വർഷം ചെല്ലും തോറും കൂടി വരികയാണ്. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാവരും അല്ല ഓണം ആഘോഷം ഇത് പണ്ടത്തെ മാരില്ല. ഓണാഘോഷം കൂടി എല്ലാ സ്ഥലത്തും ഓണാഘോഷമായല്ലോ. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഏതായാലും സ്മൃതി ഇപ്പൊ നമുക്ക് കണ്ടില്ലേ, വലിയ വലിയ ഡ്രമ്മുകളിലാക്കി വലിയ ഉരുളികളിൽ പായസം തിളയ്ക്കുന്നു, പാലട തയ്യാറാകുന്നു. പാലട ഇങ്ങനെ കുറുകി വരുന്നതാണ്. സമയം ഇപ്പോൾ 12:23 ആയിരിക്കുന്നു. ഉച്ചയൂണിന് സമയമാകുക. അപ്പോൾ ഈ സമയത്ത് സദ്യ കാണുമ്പോൾ എല്ലാവർക്കും നാവിൽ വെള്ളം ഊറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.